അതൊക്കെ അമ്മ കണ്ടറിഞ്ഞാ മതി. ഓ, അവളുടെ ഒരു പത്രാസ്. ശരി, ഞാൻ കണ്ടറിഞ്ഞോളാം. അല്ല, ഇന്നത്തോടെ ദേവിക ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമല്ലോ അല്ലേ? അതിലൊരു സംശയവും വേണ്ട, എല്ലാം സെറ്റാണ്. എന്റെ ഈശ്വര, അവളെ ഇന്ന് തന്നെ പൊന്നാരൻ തോട്ടത്തുകാരെ അടിച്ചിറക്കണേ. എന്നിട്ട് വേണം എന്റെ പൊന്നു മോക്ക് രാജകുമാരി പോലെ അവിടെ വാഴ. അതൊക്കെ നടക്കും അമ്മ. അമ്മ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോ ജാനകി അമ്മയും മായ ആന്റിയും ഹരിയങ്കളും ഇവിടെ വരും. വൈരമോതിരം മോഷ്ടിച്ചതിന് ദേവികേച്ചെ കൈയോടെ പിടിക്കുകയും ചെയ്യും. അവര് വരുമല്ലേ? വരട്ടെ, പെട്ടെന്ന് വരട്ടെ. എന്നിട്ട് ആ കള്ളിയെ പിടികൂടട്ടെ. എന്നിട്ട് അത് കണ്ട് എനിക്കിങ്ങ് സന്തോഷിക്കണം. മുത്തശ്ശ, ഇപ്പൊ സമയം എത്രയെന്ന് അറിയാമോ? ഇത്രയും നേരം അമ്മ അമ്പലത്തിലാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൾ അമ്പലത്തിൽ തന്നെ പോയതാ. അമ്മ എന്താ അവിടെ ഭജന ഇരിക്കുന്നുണ്ടോ? രാവിലെയുള്ള ദീപാരാധന തൊഴാൻ പോയതല്ലേ? ദീപാരാധനയും കഴിഞ്ഞ് നടയെ അടച്ചു. ഇപ്പൊ മണിക്കൂറുകളായി. അമ്മ എവിടെ പോയതാ? മുത്തശ്ശ, അമ്മ എവിടെ പോയിന്ന് പറയേ. ഇന്നിവിടെ ഞങ്ങൾക്ക് വിരുന്ന് തരുന്നു അമ്മയ്ക്ക് അറിയാലോ. അപ്പൊ അമ്മ എന്താ ചെയ്യേണ്ടത്? തൊഴുത് വേഗം വീട്ടിലേക്ക് വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുക വേണ്ടത്. അമ്മ എന്താ അത് ചെയ്യാത്തത്? മുത്തശ്ശ, എനിക്കെല്ലാം മനസ്സിലാവും. അമ്മയ്ക്ക് ഞങ്ങളെ കാണുന്നതിൽ താല്പര്യമില്ല, എന്നെയും കുട്ടനെയും. അതുകൊണ്ടാ ക്ഷേത്രദർശനത്തിന്റെ പേരും പറഞ്ഞ് അമ്മ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ മുത്തശ്ശ? നിനക്കെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാനായിട്ടൊന്നും മറച്ചു വെക്കുന്നില്ല. നീ ഉദ്ദേശിച്ച തന്നെയാ സത്യം. നിന്നെയും സിദ്ധുവിനെയും കണ്ടാൽ അവളുടെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുവെന്ന് പറഞ്ഞാ അവൾ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോയത്. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞേ അവൾ തിരികെ വരൂ. അമ്മയുടെ മനസ്സ് ഇതുവരെ മാറിയില്ലേ മുത്തശ്ശ? അമ്മയുടെ ഈ വിരോധം എത്ര കാലം തുടരും? എന്നാ അമ്മ എന്നെയും കുട്ടനെ അംഗീകരിക്കുക? ഞങ്ങളെ ഇനി അംഗീകരിക്കില്ലേ? ജീവിതകാലം മുഴുവൻ അമ്മ എന്നെയും കുട്ടനെ ഒഴിവാക്കി നിർത്തുവോ? മോള് സങ്കടപ്പെടണ്ട. ശ്രീകലയ്ക്ക് എത്ര കാലം നിങ്ങളോട് പിണങ്ങിയിരിക്കാൻ സാധിക്കും? ഒരുപാട് ദിവസമൊന്നും അവൾക്കതിന് സാധിക്കില്ല. മോളെ, ഏറിയ 4-5 മാസം, അതിനുള്ളിലെ അവളുടെ മനസ്സലിയും. അവൾ ഈ ചെയ്യുന്നതെന്ന് ശരിയല്ലെന്ന് അവൾക്ക് സ്വയം ബോധ്യപ്പെടും. അവളായിട്ട് തന്നെ വന്ന് നിങ്ങളോട് ക്ഷമ പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കും. മോള് സമാധാനിക്ക്. ഈ സങ്കടമൊക്കെ മാറ്റിവെക്ക്. ശ്രീകല പിണങ്ങി മാറി നിൽക്കുകയാണെന്ന് ഇവിടെ ആർക്കും തോന്നരുത്. അത് നീ ശ്രദ്ധിക്കണം. അവളുടെ കുറവ് അറിയിക്കാതെ എല്ലാം നീ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് വിഷമൊക്കെ തൽക്കാലം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നീ അവരുടെ അടുത്തേക്ക് ചെല്ല്. ചെല്ല്. കഴിഞ്ഞ 3 വർഷമായി കൊല്ലണമെന്ന പകയോടെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളാ ഇന്ന് എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇതവനാ, അച്ഛന്റെ മോനെ കാറിടിച്ച് കൊന്നവൻ.